ഞാൻ പറഞ്ഞു അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ. യൂത്ത് കോൺഗ്രസ് പണം പിരിച്ചിട്ടുണ്ട്. അവർ ആ സ്റ്റേജിൽ ആ ഫണ്ട് KPCക്ക് കൈമാറാനോ അല്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കാനോ തയ്യാറാണ്. അവർ ആ പണം ഫുള്ളായിട്ട് ആ അക്കൗണ്ടിൽ തന്നെ, അതിൽ നയാ പൈസ ആരും അതിന് തൊട്ടിട്ടില്ല. ഈ വീട് എവിടെയാണ് വെക്കുക? സർക്കാർ സ്ഥലം കൊടുക്കുന്നുണ്ടോ? ഉള്ള പൈസ മുഴുവൻ സർക്കാരിലേക്ക് കൊടുക്കാനേ പറ്റൂ. DYFIക്ക് പറ്റുമായിരിക്കും. സർക്കാർ പറയുന്നത് കേട്ടിട്ട് മാത്രം. യൂത്ത് കോൺഗ്രസ് ഒരു ഇൻഡിപെൻഡന്റ് യുവജന സംഘടനയല്ലേ, അവർക്ക് അവരുടെ തീരുമാനങ്ങൾ ഉണ്ടാവില്ലേ. അപ്പോൾ സർക്കാർ ഈ വീട് പറയുന്ന ആളുകളെ എല്ലാവരും പൈസ പിരിച്ചതും ജനങ്ങൾ കൊടുത്ത പൈസയും ഒക്കെ അവരിലേക്ക്, അല്ലാതെ അതാത് സംഘടനകൾക്ക്. അതിപ്പോൾ ഇവിടെ വേറെ ഗവൺമെൻറ്റുകൾ വരെ വീട് ഓഫർ ചെയ്തില്ലേ, കർണാടക ഉൾപ്പെടെയുള്ള ഗവൺമെൻറ്റുകൾ. എന്താ അവർക്കൊന്നും പണിയാൻ പറ്റാതെ പോയത്? സ്ഥലം കൊടുക്കുന്നില്ല. അപ്പോൾ സ്ഥലം കൊടുക്കുന്നില്ല. അപ്പോൾ എന്ത് തീരുമാനിച്ചു? കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെ തീരുമാനിച്ചെന്താ, സ്വന്തം നിലക്ക് സ്ഥലം കൂടെ കണ്ടെത്തി അവിടെ ജനങ്ങൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ വീട്, ആ വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിന് KPCC സ്ഥലം കണ്ടെത്തുമ്പോൾ KPCC പ്രസിഡന്റുമായിട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയും അതിൻ്റെ പ്രസിഡന്റ് രാഹുൽ ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. ആ സ്ഥലം കണ്ടെത്തുമ്പോൾ യൂത്ത് കോൺഗ്രസിന് നിർമ്മിച്ചു കൊടുക്കാനുള്ള വീടുകളുടെ ഇടം കൂടെ കണ്ടെത്തി തരണമെന്ന് അവർ പാർട്ടിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാർട്ടി അത് പരിഗണിക്കും. ആ സ്ഥലം ഐഡന്റിഫൈ ചെയ്യുമ്പോൾ യൂത്ത് കോൺഗ്രസ് അവിടെ കൊടുക്കാമെന്ന് പറഞ്ഞ വീടുകൾ ഓരോന്നായിട്ട് ആളുകൾക്ക് വെച്ചു കൊടുക്കുകയും ചെയ്യും. അതിൻ്റെ അപ്പുറം ആ വാർത്തകൾ ഞാൻ പറഞ്ഞു, ഒരു നയാ പൈസ അതിനു വേണ്ടി കളക്ട് ചെയ്തൊരു നയാ പൈസ അതിന് ആരും ഒന്നും തൊട്ടിട്ടില്ല. ആ ഇടം കിട്ടിയാൽ ആ ഇടത്തിൽ അവിടെ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്യും. പിന്നെ സർക്കാർ, ഞാൻ പറഞ്ഞു, ഇത്രയും എത്ര കോടിയാണ് കിട്ടിയത്? എത്ര കോടിയാണ് സർക്കാരിലേക്ക് ജനങ്ങൾ കൊടുത്ത്? 750. എത്ര? എന്നിട്ട് അവർ ആ വീടിൻ്റെ നിർമ്മാണത്തിൻ്റെ ഒരു തീരുമാനം എടുക്കുക എത്ര കാത്തിരിക്കും? ഇത്രയും പൈസ ജനങ്ങൾ കൊടുത്തിട്ട്. യൂത്ത് കോൺഗ്രസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കും. അതിൻ്റെ ഇടയ്ക്ക് ആരോ പറഞ്ഞു KPCCയുടെ വീട് പോലെയാണ്. KPCC പ്രഖ്യാപിച്ച വീട് അതിൻ്റെ എല്ലാ എണ്ണവും പറഞ്ഞിട്ട് തന്നെ അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. പണ്ടൊരു 2000 വീട് പ്രഖ്യാപിച്ചവരുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ എവിടെയാണാവും.